Hello, good morning. Good morning, ma'am. 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 Okay, good morning. തുടങ്ങിയാലോ നമുക്ക് കുറച്ച് പേരുള്ളൂല 20 പേരുള്ളൂ. ഓണം ഒക്കെ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതി കഴിഞ്ഞപ്പോ മടുത്തോ? ഒരു എക്സാം ഒക്കെ കഴിഞ്ഞു, ഓണമൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും മടുത്തോ? മടുത്തൊക്കെ ഇല്ല, മടുക്കത്തില്ല. നമ്മളെന്തായാലും ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെ? അത് നമ്മുടെ ലക്ഷ്യം. എക്സാം നിങ്ങൾക്കൊരു മോഡലാണ്, അതൊരു എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ എക്സാം നിങ്ങൾ കൊടുക്കണ്ടേന്നുള്ളതിന്റെ ഒരു മോഡലാണ് നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസ് വെച്ചിട്ടുള്ള എക്സാം ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്തത്. ഹൗ വാസ് ദ എക്സാം? എങ്ങനെയായിരുന്നു എക്സാം ഒക്കെ? നന്നായിരുന്നോ? ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നന്നായിട്ട് എല്ലാ ദിവസമൊക്കെ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി ഒരു 1/4 മണിക്കൂർ വെച്ച് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ എഴുതി തരുന്ന എന്താ പറയാ നമ്മള് മോക്ക് ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻസും പിന്നെ നോട്ടുകൾ എടുക്കുന്ന അത്രയുമെങ്കിലും അന്ന് തന്നെ അങ്ങ് വായിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഈസി ആയിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങള് അതുപോലെയൊക്കെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുക. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഡൗൺ ആയി പോകരുത്. എത്ര എനർജിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആ എനർജി നമ്മൾ എന്ത് ചെയ്യണം? ക്യാരി ഓൺ ചെയ്യണം, അല്ലെ? അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഇത് മടുത്തു അങ്ങനെ തോന്നി, ആ തോന്നൽ വന്നു കഴിയുമ്പോ പിന്നെ മടി വരും. അപ്പൊ പിന്നെ വായിക്കാനൊന്നും തോന്നില്ല. എന്തായാലും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. സോ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആ ഒരു എനർജി ഉണ്ടാവണം. ഓണം ഒക്കെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തോ നന്നായിട്ട്? നിങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞ ഓണത്തിന് മുമ്പ് കുട്ടികളുടെ പോലെ എക്സാമും നടത്തി ഓണം വെക്കേഷനും കഴിഞ്ഞ് ക്ലാസ് തുറന്നത്, അല്ലെ? നിങ്ങൾക്കല്ലേ അങ്ങനെ ഒരു ഇത് കിട്ടിയത്? വേറെ ഏത് ബാച്ചസിനേക്കാളും നിങ്ങൾക്കാണ് ഒരു ഭാഗ്യം കിട്ടിയത്. എക്സാംസ് ഓണത്തിന് മുമ്പ് തീർക്കുകയും അതുപോലെ തന്നെ അത് പിന്നെ റീഓപ്പൺ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് റീഓപ്പൺ ചെയ്യുകയും ചെയ്തത് നിങ്ങൾക്കാണ്. യെസ്. അപ്പോ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തല്ലോ. ഇനി നമുക്ക് നമ്മളുടെ അടുത്ത ചാപ്റ്ററുകളൊക്കെ എടുത്ത് തീർക്കണം. 3rd and 4th മൊഡ്യൂള്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളുടെ പോലെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേപ്പേഴ്സിന്റെ പോലെ അത്ര അങ്ങോട്ട് എന്താ പറയാ അത്ര എളുപ്പത്തിൽ എന്ന കുറെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് പ്രശ്നം. അത് രണ്ടും 2 രീതിയിലാണ്. ആ മൊഡ്യൂളുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിനകത്ത് എന്താ പറയാ കുറെ നമ്മള് മനസ്സിലാക്കി വെക്കേണ്ട കുറെ കാര്യങ്ങളാണ്. അതിപ്പോ നമ്മൾ ബൈഹാർട്ട് ഇത് പഠിക്കേണ്ട ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്നതുമായി ബന്ധപ്പെട്ടത്, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്നത് നടക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി കുറച്ച് മറ്റ് മാനേജ്മെന്റുകൾ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പേപ്പേഴ്സിൽ, 3rd and 4th പേപ്പേഴ്സിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് അതിന് അങ്ങനെ ഒരു ആ മൈൻഡോട് കൂടിയാണ് നിങ്ങൾ ആ ഒരു ഭാഗമൊക്കെ പഠിക്കാനായിട്ട്, കേട്ടോ. നമ്മൾ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതുപോലെയോ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കി അവിടെ തന്നെ ഇത് മനസ്സിലാക്കി എടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല നമ്മൾ അങ്ങനെ മനസ്സിലാക്കി എടുത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് 6 മാസം കൊണ്ട് തീരില്ല. എന്തായിരിക്കും ചിലപ്പോ ഒരു 1 ഇയറോ 1.5 ഇയറോ ഒക്കെ എടുക്കും. അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ അങ്ങനെയാണ്. സോ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കി പഠിക്കാനൊക്കെ സമയം കണ്ടെത്തുക. കാരണം അതിനാണ് നിങ്ങളോട് പറഞ്ഞ നോട്ട് എടുക്കുന്ന അത്രയും ഭാഗം എല്ലാ ദിവസവും അത് വായിക്കുക. എല്ലാ ദിവസവും വായിക്കുക. നിങ്ങൾക്ക് എന്തോരം എടുത്തു ടീച്ചേഴ്സ്, അത് 2 ക്ലാസ്സുകളെ ആകെ 1 മണിക്കൂറിന്റെ ക്ലാസ്സുകൾ പോകുന്നുള്ളൂ. അപ്പൊ ആ ക്ലാസ്സിൽ എങ്കിലും എടുക്കുന്ന അത്രയും ഭാഗം ഒരു 2 or 3 ടൈംസ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാനായിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റുകളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് അടയാളപ്പെടുത്തുക. നമ്മൾ അടയാളപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ? നമ്മൾ അങ്ങനെയൊക്കെയല്ലേ പഠിച്ചിരുന്നത്. ഡിഗ്രിക്കും +2 പഠിച്ചപ്പോ ആരും ഇപ്പൊ നോട്ടൊന്നും കൊടുക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ മാർക്ക് ചെയ്ത് അവനവനെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണോ കുറച്ച് മെയിൻ എന്താ പറയാ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ അതൊക്കെ നമ്മൾ തന്നെ അണ്ടർലൈൻ ചെയ്ത് കുറച്ചും കൂടി സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. ദാറ്റ്സ് ഓൾ. അതേ ഉള്ളൂ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത എന്താ പറയാ ഒരു മൊഡ്യൂളുകളിലേക്ക് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര്
ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് കേട്ടാ. നമ്മളുടെ പേപ്പർ അനുസരിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് നടന്നിരിക്കുന്ന എക്സാമുകൾ പോലെ ഇപ്പൊ 1ഉം 2ഉം മൊഡ്യൂളുകൾ എടുത്തതാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേപ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞത്. ഇനി 3ഉം 4ഉം ആണ്. ഓക്കെ, 3ഉം 4ഉം അതിന്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഓരോ പേപ്പർ വൈസ് 4 പേപ്പേഴ്സിന്റെയും എക്സാം എന്നൊക്കെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സാംസിന്റെ സകലമായ ക്ലാരിഫിക്കേഷൻസും കൊടുക്കുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് ആണ് ആ റെക്കോർഡ് വീഡിയോയിലുള്ളത്. ഇനിയും കേൾക്കാനോ കാണാനോ പറ്റാതിരുന്നവർ അത് കാണണം, കേൾക്കണം. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ചില ആളുകൾ ഇതുപോലുള്ള മെസ്സേജസ്, എക്സാമിനെ സംബന്ധിക്കുന്ന മെസ്സേജസും മറ്റു കാര്യങ്ങളൊക്കെ ഇതുപോലെ ചാപ്റ്റേഴ്സിനെ സംബന്ധിക്കുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിങ്ങളെ കോൾ ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഇതൊക്കെ കേൾക്കാഞ്ഞിട്ടാണ് ഈ വീഡിയോസ് ഇടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഓരോ ക്ലാസ്സിൽ കയറി പറയണ്ടല്ലോ, അതിന് വിചാരിച്ചിട്ടാണ്. പിന്നെ മാത്രമല്ല, ഇത് എല്ലാം പറയാൻ വേണ്ടി വരുമ്പോ എന്റെ കുറെ ടൈം അവിടെ പോവുകയാണ്. എന്റെ സമയം ആ ക്ലാസ് എടുക്കാനുള്ള സമയം പോകും. അതുകൊണ്ടാണ് സാർ തന്നെ അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തേക്കണം. അത് തന്നെ മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. നമ്മൾ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ എവിടെയോ എങ്കിലും കേട്ടതുണ്ടോ ഇങ്ങനെ ഒരു കാര്യം? ഹ്യൂമൻ റിസോഴ്സ് എപ്പോഴെങ്കിലും കേട്ടിരുന്നോ? എവിടെയെങ്കിലും കേട്ടിരുന്നോ? കേട്ടിരുന്നു. എവിടെയാ നമ്മൾ കേട്ടത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എവിടെയാ കേട്ടെ? ഹ്യൂമൻ റിസോഴ്സ് എന്നെങ്കിലും എവിടെയാ കേട്ടെ? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നല്ലപോലെ പഠിക്കേണ്ടത് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3ആയിട്ടാണ്. 3 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസില് ഏതൊക്കെയായിരുന്നു? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിംഗ് ആൻഡ് മാനേജ്മെന്റ്, അതായത് ഒരു തരത്തിലുള്ള മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് ആണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അതിനകത്ത് വന്ന 3 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകൾ എവിടെയൊക്കെയാണോ മാനേജ്മെന്റ് വേണ്ടത്, പർട്ടിക്കുലർലി ഹ്യൂമൻ റിസോഴ്സസിന്റെ ഭാഗത്ത്, ഫിനാൻസ്, പിന്നെ മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ 3ആയിട്ട് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പോഴാണ് നമ്മൾ ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കേട്ടത്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതായത് ഏത് ബിസിനസ്സിനും, എല്ലാ ബിസിനസ്സുകളും, നോട്ട് ഓൺലി ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, there are different manpower, human working in an organization. ഒരുപാട് ജോലിക്കാര് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് എല്ലാ എന്താ പറയാ ബിസിനസ് സംരംഭങ്ങളും. ഇപ്പൊ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങൾ, ടെക്സ്റ്റൈൽ ഷോപ്പ്, ചെരുപ്പ് കട, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളത് ഒരുപാട് നമുക്ക് ചുറ്റും നോക്കി കഴിഞ്ഞാൽ എന്തോരം ബിസിനസ് സ്ഥാപനങ്ങളാണ് ചുറ്റുമുള്ളത്. നവഡേയ്സ് ഇത് ഈ ഹോസ്പിറ്റൽസിലും ഈസ് എ ടൈപ്പ് ഓഫ് ബിസിനസ്. അവരും ഇവിടെ ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഇവരുടെയും ഇപ്പൊ പോക്ക് അല്ലെ. ഹോസ്പിറ്റൽസിലും ഒരു വിധമൊക്കെ അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അല്ല, അല്ലാതെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഓരോരുത്തരും പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്ന് ടു അട്രാക്ട് മോർ പേഷ്യൻസ് ടു ദർ ഹോസ്പിറ്റൽസ്. അവരുടെ ഹോസ്പിറ്റലുകളിലേക്ക് കൂടുതൽ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇതുപോലെ ഹോസ്പിറ്റലിൽ മാത്രമല്ല മറ്റ് പല ബിസിനസ് സ്ഥാപനങ്ങളിലും there are a different number of employees, workers. ടോപ്പ് ലെവൽ തുടങ്ങി ഏറ്റവും മുകളിൽ നിൽക്കുന്ന മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ മാനേജേഴ്സോ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റേഴ്സോ അവര് മുതൽ ഏറ്റവും ബോട്ടം ലെവലിലുള്ള ക്ലീനിങ്ങിലോ മറ്റ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന വർക്കേഴ്സ് വരെ ഒരുപാട് ജോലിക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബിസിനസ് സംരംഭങ്ങൾ. ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ. അപ്പൊ ഇവിടെ ഒരുപാട് മനുഷ്യരുള്ളത് കൊണ്ട് ടു മാനേജ് ഓൾ ദിസ്, ഇവരെ എല്ലാവരെയും മാനേജ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത് ഏത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹൗ അല്ലെങ്കിൽ വൈ they have to be managed. എന്തിനാണ്, എങ്ങനെയാണ് ഇവരെ മാനേജ് ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ട് ഇവരെ മാനേജ് ചെയ്യണം? എല്ലാവരും അവരവരുടെ കാര്യം നോക്കി നടന്നോളൂല്ലേ? എന്തിനാ അവരെ മാനേജ് ചെയ്യണേ? നമുക്ക് ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ നമ്മൾ ആരും പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഒരു ബീങ് ഇൻ ആൻ ഓർഗനൈസേഷൻ, ഒരു സംരംഭത്തിൽ, ഒരു ബിസിനസ് സംരംഭത്തിൽ നമ്മൾ ഭാഗമാകുമ്പോൾ അവിടുത്തെ കുറെ കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പല കാര്യങ്ങളും മാനേജ് ചെയ്ത് പല കാര്യങ്ങളും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ അല്ലെ. എല്ലാം കൂടി നോക്കിയിട്ട് വേണം, അല്ലാണ്ട് നമ്മുടെ തന്നെ ഇഷ്ടത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ, ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും അവര് എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവരുടെ രീതികൾ എന്താണ്, അവർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ടോ,
ചെയ്യുന്നുണ്ടോ പ്രോപ്പർ ആയിട്ട്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവർ സാറ്റിസ്ഫൈഡ് ആണോ ഇൻ ദയർ വർക്കിംഗ് സിറ്റുവേഷൻ, അവരുടെ ജോലി സാഹചര്യങ്ങളിൽ അവരെല്ലാവരും സംതൃപ്തരായിട്ടാണോ ജോലി ചെയ്യുന്നത്. ഇങ്ങനെ മറ്റു ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ് അവർക്ക് വേണ്ട അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. എവറി ഓർഗനൈസേഷൻ, എല്ലാ ബിസിനസ് സംരംഭങ്ങളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ഗോൾ എന്ന് പറയുന്നത്, ദ ഓർഗനൈസേഷൻ ഷുഡ് ഗോ റൺ വെൽ എന്നാണ്, അല്ലെ? വെൽ റൺ ആണ് എന്ന് വെച്ചാൽ വളരെ സ്മൂത്ത് ആയിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും വളരെ ഹാർമണിയിൽ, അവിടെയുള്ള ജോലിക്കാരൊക്കെ തമ്മിൽ പരസ്പര ഹാർമണിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണം എന്നൊക്കെയാണ്. ഫോർ ദാറ്റ് പർപ്പസ്, അങ്ങനെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ there should be some set of programs, rules, regulations, guidelines and procedures. ഓരോ ബിസിനസ് സംരംഭങ്ങൾക്കും അവരവരുടേതായ ചില നിയമങ്ങള്, ചില രീതികള്, ചില ഗൈഡ് ലൈൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ ഒരു ബിസിനസ് സ്ഥാപനം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇവിടെ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്, ഓരോ കാര്യങ്ങൾ നമുക്കൊരു നിയമവും രീതികളും ഒക്കെ ഉണ്ട്. സോ ദേ ഹാവ് ടു പെർഫോം അക്കോർഡിംഗ് ടു ദാറ്റ് ഗൈഡ് ലൈൻസ്. ആ ഗൈഡ് ലൈൻ പ്രകാരമാണ് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും പെർഫോം ചെയ്യേണ്ടത്, ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് എല്ലാ ബിസിനസ് സംരംഭങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. എല്ലാ ബിസിനസ് സംരംഭങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള, ഇപ്പൊ ഈ ഇവിടെയുള്ള കാര്യങ്ങളായിരിക്കില്ല, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ ഗൈഡ് ലൈൻസോ ആയിരിക്കില്ല മറ്റേതെങ്കിലും ഒരു ബിസിനസ് സംരംഭത്തെ നമ്മൾ നോക്കുമ്പോൾ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കില്ല മറ്റൊരു ഹോസ്പിറ്റൽസിലെ. എല്ലാത്തിലും എല്ലാ മാറ്റങ്ങളല്ല, ചില കാര്യങ്ങളൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ആ രീതിയിൽ അവരത് ഫ്രെയിം ചെയ്ത് വരച്ചിട്ടുണ്ട്. എന്തൊക്കെ റൂൾസ്, എന്തൊക്കെയാണ് അവരുടെ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെയാണ് അവരുടെ ഗൈഡ് ലൈൻസ്, ആൻഡ് വെദർ ദീസ് ഓൾ ഗൈഡ് ലൈൻസ്, റൂൾസ്, പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ബൈ ദ എംപ്ലോയീസ്. അവിടെയുള്ള ജോലിക്കാരെല്ലാം തന്നെ ഈ പറയുന്ന റൂളുകളും അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ അനുസരിച്ച് തന്നെയാണോ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതെല്ലാം ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് an organization becomes a well run organization, ഒരു നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് മാറുള്ളൂ. അപ്പൊ എന്തിനുണ്ട്, ഇപ്പൊ ഒരു സ്കൂൾ നടത്തുകയാണ്, സ്കൂളുകളിൽ അതിൻ്റെതായ നിയമങ്ങൾ, ടീച്ചേഴ്സ് ഇന്ന സമയത്ത് വരണം, കുട്ടികൾ ഇന്ന ബെല്ലടിക്കണമെങ്കിൽ മുമ്പ് ക്ലാസ്സിൽ കയറണം, ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഓരോന്നിനുണ്ട്. ഏത് സ്ഥാപനങ്ങൾ നമ്മൾ നോക്കിയാലും എല്ലാവർക്കും they have some procedures, rules, guidelines and etc. അല്ലെ? അവരുടേതായ നിയമങ്ങൾ അവർക്ക് ഉണ്ട്. അത് ആ രീതിയിൽ ഫോളോ ചെയ്യുമ്പോൾ അത് സ്മൂത്ത് ആയിട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല, ഗൈഡ് ലൈൻസ് ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, തോന്നിയെടുത്ത് വരും, തോന്നിയെടുത്ത് കയറും, അല്ലെ? നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് റൂൾസ് തന്നിട്ടുണ്ട്, ഇന്ന ടീച്ചറിന്റെ ക്ലാസ്സുകളാണ്, മൺഡേയിൽ ഇന്ന 2 ടീച്ചേഴ്സ് ആണ് വരിക, അടുത്ത ദിവസം ട്യൂസ്ഡേയിൽ എങ്ങനെ, നിങ്ങൾക്ക് ഒരു റൂൾ ആൻഡ് റെഗുലേഷൻസിന്റെ ഒരു ഭാഗമായതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ടൈം ടേബിൾ ആണ്. ആ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് പോകുക. പിന്നെയും ഇടയ്ക്ക് കുറെ റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നത്, ആഫ്റ്റർ 3 months നിങ്ങൾക്ക് ഇന്ന എക്സാംസ് ഉണ്ടായിരിക്കും, അത് കഴിയുമ്പോൾ അടുത്ത 3 months കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന എക്സാംസ് ഉണ്ടായിരിക്കും, ആഫ്റ്റർ ദാറ്റ് ദർ വിൽ ബി ഫൈനൽ എക്സാം എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. റൂൾസ് അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തിനാ? ഇതെല്ലാം പ്രോപ്പർ ഫംഗ്ഷനിങ്ങിനാണ്, സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനാണ്. ഇതല്ല തോന്നുമ്പോ തീരട്ടെ, എപ്പോഴെങ്കിലൊക്കെ പരീക്ഷ എടുക്കാം, അതിനൊക്കെ ഒരു എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഇല്ല എങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല, ആകെ ഡിസോർഡർ ആയി പോകും, കുഴഞ്ഞു മറിഞ്ഞു പോകും, ഏതൊക്കെയായെന്ന് നമുക്ക് ക്ലിയർ ആകാത്ത അവസ്ഥ. അപ്പൊ എവറി ഓർഗനൈസേഷൻ ഹാസ് എ ഗോൾ. എല്ലാ ഓർഗനൈസേഷനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ഇൻ ഓർഡർ ടു അറ്റൈൻ ദാറ്റ് പർട്ടിക്കുലർ ഗോൾ അവർക്ക് they have some procedures, rules, guidelines etc. ആ എന്താ പറയാ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവരവരുടേതായ നിയമങ്ങളും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് there are particularly 4 resources in an organization. ഒരു ഏത് ബിസിനസ് സ്ഥാപനം എടുത്താലേ പ്രധാനമായിട്ടും 4 റിസോഴ്സസ് ആണ്, 4 പ്രത്യേക രീതിയിലുള്ള വിഭവങ്ങളാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ, ഘടകങ്ങൾ. ഒരു ഏത് ബിസിനസ് എടുത്താലും അവിടുത്തെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്ന് പറയുന്നത് 4 റിസോഴ്സസ് ആണ്. ആ 4 റിസോഴ്സസിനെ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ M, ആൻഡ് അതുകൊണ്ട് തന്നെ അതിനെ 4 M's എന്ന് ആണ് അറിയപ്പെടുക. 4 Mകൾ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന റിസോഴ്സസിന്റെ പേരുകൾ. അത് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം തന്നെ M എന്ന് പറയുന്ന അക്ഷരങ്ങളിൽ നിന്നും ആയതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ അറിയപ്പെടുക, എന്ത് 4 M's എന്ന്. 4 Mകൾ ചേർന്നതാണ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെയും പ്രധാനപ്പെട്ട വിഭവങ്ങൾ, റിസോഴ്സസ്. ഏതൊക്കെയാണ് ആ 4 വിഭവങ്ങൾ? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ എന്ന് പറയുന്നത്. ഏതാണ്? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഈ മണി, പണമില്ലാതെ ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റില്ല. പറ്റുമോ?
In order to start a business, there should be some amount which is known as capital. അല്ലെ, മൂലധനം എന്നറിയപ്പെടുന്ന രീതിയിൽ കുറച്ച് കാശ് ഉണ്ടായാലും ഇപ്പൊ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കാശില്ലെങ്കിൽ എവിടെ നിന്ന് ബിസിനസ് തുടങ്ങാം? ബിസിനസ്സിൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങാൻ വേണ്ടി നമ്മളുടെ കയ്യിൽ ധനം വേണം. അതിനെയാണ് മൂലധനം, ക്യാപിറ്റൽ എന്ന് വിളിക്കുക. അതിനെയാണ് ഇവിടെ മണി എന്ന് ഉദ്ദേശിക്കുന്നത്. പണം ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. പണം ഉണ്ടെങ്കിൽ എന്ത് ബിസിനസ് ആണോ ഞാൻ ചെയ്യുന്നത്, ആ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ വേണ്ട സാധനങ്ങൾ സമാഹരിക്കണം. അതിന് ബിസിനസ് നടത്താൻ ഒരു പ്രോപ്പർ ബിൽഡിംഗ് വേണം, അതിന് സ്പേസ് വേണം, അല്ലെ, ഇതെല്ലാം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫർണിഷിങ്സ് വേണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ആഫ്റ്റർ ഓൾ ഇതെല്ലാം നടത്തണമെങ്കിൽ അതിന്റെ എന്താ പറയാ സ്റ്റാർട്ടിങ്ങിൽ എന്ത് നമുക്ക് വേണം? പണം വേണം. അപ്പൊ മണി ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിസോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് മണി തന്നെയാണ്. then എന്താണ് അടുത്ത? മെറ്റീരിയൽസ്. ഒരുപാട് മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. റോ മെറ്റീരിയൽസ് ആകാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആകാം. എന്ത് ബിസിനസ് ആണോ ഞാൻ നടത്തുന്നത്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ്. ആ ബിസിനസ് സംബന്ധമായിട്ടുള്ള മെറ്റീരിയലുകൾ തീർച്ചയായിട്ടും വേണം. പിന്നെ എന്താ, ഒരുപാട് മെഷീനറീസ് വേണ്ടി വരും. ആ എന്ത് ബിസിനസ് നടത്താനായാലും ഒരുപാട് മെഷീനറീസ്. ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് എന്താ പറയാ കമ്പ്യൂട്ടേഴ്സ്, അത് പറയുന്ന മെഷീനറി ആണ് അല്ലെ. കമ്പ്യൂട്ടേഴ്സ് പോലെയുള്ള മെഷീനറീസ് എങ്കിലും തന്നെ അവൈലബിൾ ആകാത്ത ഓർഗനൈസേഷൻസ് ഇല്ല. അപ്പൊ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. പല മെഷീൻസും ഉണ്ട്, മെഷീനറീസ് ഉണ്ട് ഓരോ ഓർഗനൈസേഷനും. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് തരം മെഷീനറീസാ അല്ലെ. ഓരോ രോഗങ്ങളെ ഡയഗ്നോസിസ് ചെയ്യാൻ നമ്മള് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാ അല്ലെ. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റില് ലാബിലും അതുപോലെ തന്നെ റേഡിയോളജി വിഭാഗത്തിലൊക്കെ ഒരുപാട് മെഷീനറീസ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതൊക്കെ കൃത്യമായിട്ടുണ്ടായാൽ മാത്രമേ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിങ് ഒക്കെ സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. അയ്യോ, ഒരു രോഗീനെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു, പക്ഷെ ആ രോഗം ഇന്നതാണെന്ന് മനസ്സിലായി, പക്ഷെ അതൊന്നുകൂടി ഡയഗ്നോസിസ് ചെയ്ത് കൺഫേം ചെയ്യാൻ പറ്റിയ മെഷീനറി അവൈലബിൾ അല്ല. എന്ത് പറ്റും? അവിടെ ആളെ കേൾക്കാൻ പറ്റില്ല. ഇവിടെ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ അല്ല. സോ ബെറ്റർ ഷിഫ്റ്റ് ടു അനദർ ഹോസ്പിറ്റൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളെ മറ്റൊരു ഹോസ്പിറ്റലിൽ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? അയ്യോ, ആ ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ല, അതുകൊണ്ട് ആളെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്ന് ആരും പറയാറില്ല, പറഞ്ഞു കേട്ടിട്ടില്ല. ഏത് ആശുപത്രിയിലേക്കാണോ നമ്മൾ ആ പേഷ്യന്റിനെ കൊണ്ടുവന്ന് അവിടെ തന്നെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും അല്ല. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് അവര് ഷിഫ്റ്റ് ചെയ്തോളാനായിട്ട് പറയും. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഒരുപാട് മെഷീനറീസ് വേണം. അതുപോലെ തന്നെ മറ്റ് പല ബിസിനസ് സ്ഥാപനം, എല്ലാ ബിസിനസ്സിനും കൂടിയും വേണ്ട ഒരു ടോപ്പിക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. അതായത് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല ഇതുപോലെ ഇത്രയും അനേകം ജോലിക്കാരുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ഥാപനം നടത്തുന്നത് ഇവിടെ ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട്. ടെക്നിക്കൽ വിഭാഗത്തിലുള്ളവര്, ടീച്ചേഴ്സ് ആയിട്ടുള്ളവര്, ടെലികോളേഴ്സ് ആയിട്ടുള്ളവര്, അല്ലാതെ നമ്മളുടെ ട്രാൻസ്പോർട്ടിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജോലിക്കാർ, ഒത്തിരി ആൾക്കാരുണ്ട്. ഏകദേശം ഒരു 10-100ഓളം ആളുകൾ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എത്രത്തോളം സ്റ്റാഫുകളും എംപ്ലോയീസ് ഉണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ എല്ലാ ബിസിനസ് സംരംഭങ്ങളിലും there are a lot of employees. ഒരുപാട് ചെറുതും വലുതുമായ ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടേതായ രീതിയിലുള്ള വലിപ്പത്തിലുള്ള ബിസിനസ്സുകൾക്ക് എത്രത്തോളം എംപ്ലോയീസ് വേണോ അത്രയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന വലിയ വലിയ ഹോസ്പിറ്റൽസിലും അതുപോലെ എല്ലാ ബിസിനസ് സംരംഭങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു വേണ്ടി മാത്രം പഠിക്കുന്നതല്ല എന്നാണ്. ഈ ഒരു സംഭവം തന്നെ ഇന്ന് കോഴ്സായിട്ട് പഠിക്കുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HR കോഴ്സ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് 6 months നമ്മളിപ്പോ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് അതായത് HR, നമ്മൾ HA എന്ന് പറയും, അത് HR ആണെന്ന് അറിയപ്പെടുന്നു. അത് 6 months കോഴ്സും അതിന്റെയും ഡിപ്ലോമാസും അതുപോലെ PG ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം പല ബിസിനസ് സംരംഭങ്ങളിലും എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാതെ, എംപ്ലോയീസിന് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുക്കാതെ none of the business and organization can come into its success. ഒരു ബിസിനസ്സുകാർക്കും അതിന്റെ വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഒരു റിസോഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ എല്ലാ ബിസിനസ്സുകാർക്കും വേണ്ടിയിട്ട് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന ആൾക്കാരെ അത്യാവശ്യമുണ്ട് പല ബിസിനസ് സ്ഥാപനങ്ങളിലും. അതുകൊണ്ട് ഇന്നൊരു കോഴ്സായിട്ട് തന്നെ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ഇന്നത് പോപ്പുലർ ആണ്. ഒരുപാട് ആളുകൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. കാരണം ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏത് ബിസിനസ് സ്ഥാപനത്തിലും. ഇപ്പൊ ഹോസ്പിറ്റൽസിലും അങ്ങനെ തന്നെ. അപ്പൊ മെഷീനറീസ് ഒരുപാട് ആവശ്യമുണ്ട്. അപ്പൊ മെഷീനറീസും ഏത് ബിസിനസ്സിലും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അതും ഒരു റിസോഴ്സ് ആണ് ഇതിലെ നമ്മുടെ ഓർഗനൈസേഷന്റെ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റിസോഴ്സ്, ഏറ്റവും അവസാനത്തേത് എന്നാൽ വളരെ അത്യാവശ്യം വേണ്ട മറ്റൊരു റിസോഴ്സ് ആണ് മെൻ.
ആ എം ആക്കാൻ വേണ്ടിയിട്ടാണ് അത് മെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ആ 4 M's ആയിട്ട് കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എം എന്ന് പറയുന്ന വേർഡിൽ തുടങ്ങുന്ന മെൻ എന്ന് ചേർത്തത്. ആ മെൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആണുങ്ങൾ മാത്രമല്ല കേട്ടാ. മെൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് ദ പ്ലൂറൽ ഫോം ഓഫ് മാൻ. മാനിന്റെ പ്ലൂറൽ ഫോം ആണ് മെന്ന്. അപ്പൊ പുരുഷന്മാര് മാത്രമേ ഈ വിഭാഗത്തിൽ പെടുള്ളൂ എന്ന് വിചാരിക്കേണ്ട. എല്ലാവരും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യൻ എന്നേ പറയാറുള്ളൂ അല്ലെ. മനുഷ്യത്തി എന്ന് പറയോ? പറയാറില്ലല്ലോ അല്ലെ. നമ്മൾ ഗിവ് പ്രിഫറൻസ് ടു മെൻ. അവർക്ക് തന്നെയാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. എവിടെയൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ മെൻ, ഹ്യൂമൻ ബീയിങ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ മെന്നിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ ആ രീതിയിൽ മെൻ എന്ന് പറയുന്ന വേർഡ് ആണ് അവിടെ ആ 4 M's കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അഞ്ചാമതൊരു എം കൂടി ഉണ്ട് കേട്ടോ, മെത്തേഡ്സ്. മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഏത് മെത്തേഡ്സ് ഫോളോ ചെയ്ത് അവരുടെ ബിസിനസ് സംരംഭങ്ങളൊക്കെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ മെത്തേഡ്സും ഉണ്ട്. നമുക്ക് ഇവിടെ 4 പറഞ്ഞിട്ടുള്ളൂ. സോ ഏതൊരു ഓർഗനൈസേഷന്റെയും പ്രധാനപ്പെട്ട റിസോഴ്സസ് എന്ന് പറയുന്നത് മറക്കണ്ട. അപ്പൊ ഏതൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. മെന്നിന്റെ മറ്റൊരു വെർഷൻ ആണ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിനെ കുറിച്ച് മാനേജ് ചെയ്യാനും ഒക്കെയാണ്. അപ്പൊ ഒരു ഓർഗനൈസേഷൻ cannot accomplish its success എന്ന് പറഞ്ഞേക്കണം. ഒരു ബിസിനസ് സ്ഥാപനങ്ങൾക്കും അതിന്റെ വിജയം അക്കംപ്ലിഷ് ചെയ്യാൻ, വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ട്? എങ്ങനെ? വിത്തൗട്ട് ഹ്യൂമൻ എഫേർട്സ്. മനുഷ്യന്മാരുടെ പ്രയത്നമില്ലാതെ ഒരു ബിസിനസ്സും ഇന്ന് വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. മനുഷ്യൻ പ്രവർത്തിക്കണം. എത്രത്തോളം ടെക്നോളജി വളർന്നു എന്ന് പറഞ്ഞാലും, ആ ടെക്നോളജി എത്ര കണ്ട് വളർന്നാലും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ആളുകള് ബിസിനസ്സിലെ ഒരു റിസോഴ്സ് ആയിട്ടില്ല എങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനവും ഇന്ന് വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരുപാട് പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ഇതെല്ലാം തന്നെ പ്രവർത്തിപ്പിക്കാൻ, ഓപ്പറേറ്റ് ചെയ്യാൻ, അതനുസരിച്ച് അതിനെ മാനേജ് ചെയ്യാനും മനുഷ്യന്മാരെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗനൈസേഷനും ഹ്യൂമൻ എഫേർട്സ് വളരെ അത്യാവശ്യമാണ്. സോ ദാറ്റ് ദേ ക്യാൻ അച്ചീവ് ഇറ്റ്സ് സക്സസ്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് അവരുടെ വിജയം കണ്ടെത്താനായിട്ട് ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും സാധിക്കുകയുള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വിത്തൗട്ട് ഹ്യൂമൻ എഫേർട്ട് എനി ഓർഗനൈസേഷൻ കനോട്ട് റീച്ച് ഓർ അക്കംപ്ലിഷ് ഇറ്റ്സ് സക്സസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിനോ അതിന്റെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ്സ് നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ മെയിൻ ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. ഇമ്പോർട്ടന്റ്, പൈവട്ടൽ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് അതാണ്, ഇമ്പോർട്ടന്റ്. ആൻഡ് ഓൾസോ ഹ്യൂമൻ റിസോഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെയും. ആൻഡ് മാത്രമല്ല ഹ്യൂമൻ റിസോഴ്സ് ആണ് അത്ര ഇമ്പോർട്ടന്റ് എങ്കിലും ടു മാനേജ് each and every human, it's very difficult task. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്, അതുപോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുമാണ്. മനുഷ്യന്മാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിന് ഒരു സക്സസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക എത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ കമ്പോണന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ്, ഏറ്റവും വലിയ ഘടകം എന്ന് പറയാം. പക്ഷെ ഇത്രയും വലിയ ഘടകമാണെങ്കിലും അതിനെ നമ്മൾ മെരുക്കിയെടുത്ത് നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോയി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല, ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകൾ ഏറ്റെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലുള്ളത്. അപ്പൊ ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് മനുഷ്യന്മാരെയൊക്കെ മാനേജ് ചെയ്ത് നല്ല രീതിയിലൊക്കെ ഒരു ഹോസ്പിറ്റലിന്റെയും അത് മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെയൊക്കെ കൃത്യമായ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ the managers of any institution or any organization has the responsibility to manage each and every human resource and also their own departments. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ മാനേജർമാര് അവിടെയുള്ള നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നവരും ആയിക്കോട്ടെ, ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന ആളുകള് ഹ്യൂമൻ റിസോഴ്സസിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യണം. കൂടാതെ അവരെ മാനേജ് ചെയ്താൽ മതി, എന്നെ മാനേജ് ചെയ്യും, നമ്മളെ തന്നെയും മാനേജ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ തന്നെയും മാനേജ് ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ഓൾ ദേ ഹാവ് ടു മാനേജ് ദ ഡിപ്പാർട്ട്മെന്റ് ഓർ അതർ ഹോൾ ഡിപ്പാർട്ട്മെന്റ്. മൊത്തത്തിൽ ആ ഓർഗനൈസേഷനിലുള്ള എല്ലാത്തിനെയും മാനേജ് ചെയ്യണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതൊക്കെ ആളുകൾ ജോലി ചെയ്യുന്നു ഇവരെ എല്ലാം മാനേജ് ചെയ്യുക. ആഫ്റ്റർ ഓൾ അവരുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിനെയും അവർ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അതിനുള്ള റെസ്പോൺസിബിലിറ്റിയും ആർക്കാണുള്ളത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണോ ഉള്ളത്. അപ്പോൾ എത്രത്തോളം കൂടുതൽ ദ ഗ്രേറ്റർ കമ്മിറ്റ്മെന്റ് നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, അവർ എത്രത്തോളം കമ്മിറ്റഡ് ആണ് അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിനോട്, അവരുടെ ഗോൾസ് നേടിയെടുക്കാൻ. നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സസിനെ ഇതുപോലെയൊക്കെ മാനേജ് ചെയ്യുന്നത് എന്തിനാ? എല്ലാത്തിന്റെയും പരമപ്രധാനമായ ലക്ഷ്യം എന്താ?
ബിസിനസ് സ്ഥാപനം അതിൻ്റെതായ ലക്ഷ്യം പ്രാപിക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുക. ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്, അതിലൊന്നാണ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് ബിസിനസിന്റെയും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ലാഭം ഉണ്ടാക്കൽ തന്നെയാണ്. അതിൽ കവിഞ്ഞിട്ട് ബാക്കി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളുള്ളൂ. അപ്പൊ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എത്രത്തോളം കമ്മിറ്റഡ് ആണ് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നവരായിക്കോട്ടെ ആരായിക്കോട്ടെ, അവർ എത്രത്തോളം കമ്മിറ്റഡ് ആയിട്ട് അവർ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. ദാറ്റ് മച്ച് ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ ദാറ്റ് മച്ച് ഡിഗ്രി ഓഫ് ഇഫക്റ്റീവ്നെസ് ഓരോ ഓർഗനൈസേഷന്റെയും പല ടാസ്കുകളെയും അത്രയും കൂടുതൽ ഡിഗ്രി ഓഫ് അതിൻ്റെതായ പ്രതിഫലനം എവിടെ കാണാം? ആ ബിസിനസ് സംരംഭത്തിൽ കാണാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ എങ്ങനെയാണോ മാനേജ് ചെയ്യുന്നത് ആ മാനേജ്മെന്റിന്റെ ഒരു എന്താ പറയാ രുചി, ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എവിടെന്നാ? ഓർഗനൈസേഷന്റെ വളർച്ചയിൽ നിന്നാണ്. മനസ്സിലായോ? ഈ ഒരു സ്ഥാപനം എത്രത്തോളം ഭംഗിയായി നടന്നു പോകുന്നു, ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഒക്കെ കഴിവാണ്. അവരെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളുണ്ടായിരിക്കും. അവരുടെ മാനേജ്മെന്റിന്റെ കീഴിൽ കൃത്യമായ രീതിയിലാണ് ഇവരെല്ലാം ചെയ്തു പോകുന്നതെങ്കിൽ എന്ത് ചെയ്യാം? എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ ലക്ഷ്യം എല്ലാവർക്കും കൂടി ഒരുമിച്ച് നേടിയെടുക്കാൻ പറ്റും. ദാറ്റ്സ് ഓൾ. അത്രയാണ്. അത് മനസ്സിലായോ? എന്താണെന്ന് ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞത് ആ 3 പാരഗ്രാഫേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കൃത്യമായിട്ട് ഓരോ പാരഗ്രാഫിൽ എന്താണ് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. Is it clear? Okay. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എന്തിന് മാനേജ് ചെയ്യണം. അപ്പൊ നമ്മൾ മാനേജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും കൂടുതലായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം നടന്നു പോകണമെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക വളരെ നിർബന്ധമാണ്. ആ മാനേജ്മെന്റ് നല്ല രീതിയിൽ പോകുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്നത് എംപ്ലോയീസിന്റെ പ്രവർത്തനത്തിൽ നിന്നാണ്. നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ജോലി നമ്മൾ ഇങ്ങനെ കാഴ്ചവെക്കുന്നത്. ഞാനിപ്പോ ഒരു സേവനം, ഇതിപ്പോ പഠിപ്പിക്കലാണ്. ആ ടീച്ചിങ് എന്ന് പറയുന്ന സർവീസ് ഞാൻ തരുന്നത് എന്റെ ഉള്ളിൽ നിന്ന് വരുന്നതും കൂടാതെ എനിക്ക് അവിടെ എന്റെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട്സിൽ നിന്നുമാണ്, അതിന്റെ മാനേജ്മെന്റിൽ നിന്നാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ ഇത് ചെയ്തു തീർക്കാൻ പറ്റും, എന്നെ കൊണ്ട് അത് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസും മറ്റും ഒക്കെ കിട്ടുന്നത് നമുക്ക് ഒരുപാട് നമുക്ക് ചുറ്റുമുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. എന്റെ ഉള്ളിൽ നിന്നുള്ളത് മാത്രമല്ല, അതല്ലാതെ നമുക്കിപ്പോ വർക്കിംഗ് സിറ്റുവേഷൻസും ഒക്കെ വളരെ എന്താ പറയാ ഫേവറബിൾ ആയിട്ട് ഉണ്ടായാൽ മാത്രമാണ്, അനുകൂലമായിട്ടുള്ള ജോലി സാഹചര്യങ്ങളും ഒക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ നമ്മുടേതായ പൂർണ്ണമായ എല്ലാം നമ്മൾ നിങ്ങളിലേക്ക് അങ്ങോട്ട് തരുന്നത് അല്ലെ. പഠിപ്പിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് കൃത്യമായ രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നത്. ഇതിന്റെ എല്ലാം ഒരു ആകെ തുകയാണ്, സം ടോട്ടലാണ്. അല്ലാതെ എന്തെങ്കിലും ഒക്കെ വന്ന് ഇരുന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സമയം തീർത്ത് അങ്ങോട്ട് പോയാൽ പോരല്ലോ അല്ലെ. നിങ്ങളുടെ ഇതിലേക്ക് എന്താണ് ഈ സംഭവം, ഇതെന്താണ് ഈ ഒരു കാര്യം, ഞാൻ പഠിപ്പിക്കുന്ന ആ ടോപ്പിക് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് അതിന്റെ കുറച്ചെങ്കിലും ഐഡിയ എത്തിയില്ലെങ്കിൽ ഞാൻ ചെയ്തത് അട്ടർ ഫ്ലോപ്പായി മാറും അല്ലെ. അപ്പൊ എന്താണ് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കാര്യമുണ്ട്? ഈ 1 മണിക്കൂർ വന്നിരുന്ന ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, ആർക്കറിയാം ഇതിനെ കുറിച്ചാണോ പറഞ്ഞത്, ഞങ്ങൾ ഇതൊന്നും കേട്ടിട്ട് പോലുമില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, അങ്ങനെ പറയുന്നത് അർത്ഥമുണ്ടോ? നിങ്ങൾ അങ്ങനെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുമ്പോ എന്താണെന്ന് ക്ലാസ്സിലെടുത്തേ അതൊക്കെ ഇന്ന് ടീച്ചർ എന്തൊക്കെയോ വന്നിരുന്നിട്ട് പോയി, അങ്ങനെ ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോ അത് ആരുടെ കുറ്റം? ആരുടെ കുറ്റം? എന്റെ കുറ്റം അല്ലേ. ഞാൻ ചെയ്തത് പ്രോപ്പർ ആയിട്ടല്ല. അത് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചുറ്റും ഒരുപാട് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, അറ്റ്മോസ്ഫിയർ എനിക്ക് ഉണ്ടായിരിക്കണം. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒന്നാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് കൃത്യമായി പല കാര്യങ്ങളും നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ഒരു പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും കൂടി ചേർന്ന്, ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നവരുടെ ഒരു എന്താ പറയാ കഴിവും കൂടിയാണ്, എബിലിറ്റി കൂടിയാണ് എന്തെന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, മനസ്സിലായോ? സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് നല്ല രീതിയിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇനി ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ പറഞ്ഞു, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ കോൾഡ് മാൻ പവർ. മാൻ പവറിനെ എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ പറയാം. മാൻ പവർ. ഈ മാൻ പവർ എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സ്ഥാപനം കൃത്യമായ രീതിയിൽ നല്ല പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. പ്രധാനപ്പെട്ട ഘടകങ്ങൾ 4 പറഞ്ഞു: മെൻ, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മണി അല്ലെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മെൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്, ഇറ്റ് ഈസ് ദ ഹ്യൂമൻ റിസോഴ്സ് വിച്ച് ലീഡ് ദ ഓർഗനൈസേഷൻ ടു ഇറ്റ്സ് സക്സസ്. ഒരു ബിസിനസിനെ അതിന്റെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വിഭാഗം തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ഹ്യൂമൻ റിസോഴ്സസിൽ എന്തൊക്കെ തരത്തിലുള്ള, ഇപ്പൊ നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ there may be lot of problems.
അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്, വിച്ച് ഇസ് ക്രിയേറ്റഡ് ബൈ മെൻ. മനുഷ്യന്മാരുണ്ടാക്കുന്ന പ്രോബ്ലം തന്നെയാണ് ഏറ്റവും വലുത്. അത് എന്താ പറയാ മിനിമൈസ് ചെയ്യുക, അത്തരം പ്രോബ്ലംസ് ഇല്ലാതാക്കുക. അത്തരം പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റും ഡിഫിക്കൽട്ടും ആയിട്ടുള്ള ടാസ്ക്. മറ്റ് മെഷീൻസിനോ മറ്റു കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കേടുപാട് വന്നാൽ അതൊക്കെ മാനേജ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. പക്ഷെ മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസും അതുപോലെ തന്നെ കാര്യങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് നമുക്കത് എന്താ പറയാ ഓവർകം ചെയ്യാനോ അതിനെയൊക്കെ നല്ല രീതിയിൽ അതിനെ ടാക്ടൈൽ ചെയ്യാൻ, അതിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഒരു ബിസിനസ് സംരംഭം അതിന്റെ എന്താ പറയാ വിജയ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുക. ഇൻഡിവിജ്വൽസ് നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്ന ആൾക്കാര് പല വീടുകളിൽ നിന്ന് വരുന്നവരാ, പലതരത്തിലുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാ, ഒരു ഏജ് വിഭാഗത്തിൽപ്പെട്ടവരല്ല. എല്ലാവരും കൂടി ഒരു റൂഫിന്റെ കീഴിൽ വന്നു ജോലി ചെയ്യാണ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കുക, പല ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള, സാമ്പത്തികപരമായിട്ട് പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്നത്, പലതരത്തിലുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്നത്, ഒത്തിരി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നവരും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏജ് ഗ്രൂപ്പിന്റെ കാര്യത്തിലും എല്ലാവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒത്തിരി വ്യത്യസ്തതകളുള്ള മനുഷ്യന്മാരെല്ലാവരും കൂടി ചേരുന്ന ഒരിടമാണ് ഓരോ ബിസിനസ് ഓർഗനൈസേഷന്റെയും ഒരു റൂഫിന്റെ കീഴിൽ അല്ലെ. പക്ഷെ ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളുടെ ഒരു വീട്ടില് ഏകദേശം ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ മിക്കതും അല്ലെ. നമ്മളുടെ മക്കളൊക്കെ ഹസ്ബൻഡിന്റെ ഒക്കെ അല്ലെങ്കിൽ വൈഫിന്റെ ഒക്കെ ബ്ലഡ് റിലേഷനുള്ള ആളുകളാണ്. നമ്മൾ ഒരാൾ മാത്രം, ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ മാത്രമേ പുറത്തുനിന്ന് വന്നേക്കുന്ന ആൾക്കാരാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താ പറയാ ബ്ലഡ് റിലേഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇവിടെ നമ്മൾ ഇതുങ്ങളെ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഒന്ന് തോറ്റ് ഞാൻ എന്നൊക്കെ പറയാറില്ലേ ചിലപ്പോഴൊക്കെ, ആഫ്റ്റർ നമ്മള് ഇപ്പൊ നിങ്ങളെ കൂടി ഞാൻ തോറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം നമ്മളവിടെ എന്താ പറയാ നമ്മളുടെ തോൽവി സമ്മതിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ വീട് മാത്രമേ ഉള്ളൂ അല്ലെ. അല്ലാതെ നമ്മൾ വേറെ സ്ഥലത്തൊന്നും വലിയ കാര്യമായിട്ട് നോക്കാൻ പോവില്ല. ഞാൻ സമ്മതിക്കില്ല, തോൽക്കാൻ നമ്മൾ സമ്മതിക്കില്ല. പക്ഷെ വീടുകളിൽ നമ്മൾ പലപ്പോഴും തോറ്റു പോകും. അത്രയും റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ തമ്മിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നിന്ന്, എന്താ പറയാ പല രീതിയിലും ഒരു തരത്തിലുള്ള മാച്ചിങ്ങും ഇല്ലാത്ത ആളുകളൊക്കെ കൂടി ഒരു റൂഫിന്റെ കീഴിൽ വന്ന് കൂടി നിന്നിട്ട് അവർ മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ആർ സ്പെൻഡിങ് ടുഗദർ. വീടുകളിലേക്കാൾ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ് അല്ലെങ്കിൽ വർക്കിംഗ് ഓർഗനൈസേഷനിലാണ്. അപ്പൊ എല്ലാം കൂടി വന്ന് നിൽക്കുമ്പോൾ അവരെല്ലാവരെയും പല മൈൻഡും അതുപോലെ തന്നെ പല സ്വഭാവ രീതികളും അല്ലെ ബിഹേവിയറൽ പാറ്റേൺസും ഒക്കെ ഉള്ളവരെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ ഇങ്ങനെയാ. ഒരെണ്ണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് ഓടുന്ന സാധനങ്ങളാണ് അല്ലെ. അപ്പൊ ഇതുപോലെയുള്ള നമ്മളുടെ ഇത്തരം ഓർഗനൈസേഷനിൽ പല സ്വഭാവ രീതികളൊക്കെ ഉള്ളവരെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ ഇവരെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ തന്നെയാണ്. അപ്പൊ ഡിഫറെന്റ് ബിഹേവിയർ ആണ് എല്ലാവർക്കും ഉള്ളത്. സിമിലാരിറ്റീസ് ഉണ്ടാകും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചില ആൾക്ക് നിനക്ക് അവരുടെ പോലത്തെ സ്വഭാവം ഉണ്ട് പറയാം, പക്ഷെ വളരെ കുറച്ച് സിമിലാരിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ കൂടുതലുള്ളത് എന്താ, ഡിസിമിലാരിറ്റീസ് ആണ് അല്ലെങ്കിൽ ഡിഫറൻസസ് ആണ്. ബിഹേവിയറൽ ഡിഫറൻസസ് ആണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുക. സാമ്യങ്ങളൊക്കെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് ഹു ആർ കമ്മിങ് ടു ദ ഓർഗനൈസേഷൻ ദേ ഹാവ് ഡിഫറെന്റ് നീഡ്സ്. നമ്മളൊക്കെ എന്തിനാ ജോലിക്ക് പോകുന്നത്, എന്താ ജോലി ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താ, പല കാരണങ്ങളും ഉണ്ട് അല്ലെ. ജോലിക്ക് പോകുന്നതിന്റെ ആവശ്യങ്ങൾ പലതും ഉണ്ട്. ചെറുതാണെങ്കിലും ചില ആൾക്കാർ പിന്നെ അവൾക്ക് എന്തിനാ ജോലിക്ക് പോയിട്ട് അല്ലെങ്കിൽ അവരെന്തിനാ ജോലിക്ക് പോയിട്ടെന്ന് ചില ആൾക്കാരെ കാണിച്ച് ചിലർ ചോദിക്കും അല്ലെ. ചിലരെ കാണുമ്പോ അതിന് ആ ജോലി കിട്ടിയത് നന്നായിട്ടോ അതിന്റെ കഷ്ടപ്പാടൊക്കെ തീരും അങ്ങനെയും പറയും ഇല്ലേ. പല കാര്യങ്ങൾ പറയാറുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം പലതാണ്. നമ്മൾ ഓരോ ആളുകളും ഓരോ എംപ്ലോയീസും ഓരോ ജോലികൾക്ക് വേണ്ടി തേടി പോകുന്നത് their own needs. അവർക്ക് അവരുടേതായ ആവശ്യങ്ങളാണ്. എന്തൊക്കെയാണ് മനുഷ്യൻ ജോലി കൊണ്ടുള്ള ആവശ്യം, എന്തായിരിക്കാം ഓരോരുത്തർക്കും അവരവരുടെ ജോലിക്ക് എന്തെങ്കിലും ജോലി ചെയ്യണം എന്നുള്ളതിന്റെ ആവശ്യകത എന്താണ്. സം മേ ഹാവ് ദ നീഡ് ടു ഏൺ മണി. പൈസ ഉണ്ടാക്കാനായിരിക്കും ചില ആൾക്കാർ അല്ലെ. എനിക്കത് കിട്ടണം, ആ ജോലി ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ എന്താ പറയാ ഒരു ലൈഫ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു വരുമാന മാർഗം ഉണ്ടായേ മതിയാകും അങ്ങനെ വിചാരിച്ചു വരുന്നവരുണ്ട്. ചിലരാ എനിക്കൊരു ജോലി വേണം, ജോലിയാണ് ആവശ്യം, പൈസ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, സാലറി തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ജോലിക്ക് പോകുക എന്നുള്ള ലക്ഷ്യം മാത്രം. ഞാൻ വെറുതെ വേണ്ട ചുമ്മാ സാലറി കൊടുക്കാതെ ഒന്നും ആരും ജോലിയൊന്നും ചെയ്യിപ്പിക്കൊന്നുമില്ല. എന്നാലും നിസ്സാരമാണെങ്കിലും ചെറുതാണെങ്കിലും എനിക്കൊരു ജോലി മാത്രമാണ്. കാരണം ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് എന്റെ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇൻകം ആണെങ്കിൽ കൂടി അത് ചെയ്യുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് എനിക്കത് കിട്ടിയല്ലോ എന്നുള്ള ഒരു ലക്ഷ്യം.
മനസ്സിലായോ? അപ്പൊ ചിലരുടെ ലക്ഷ്യം അതായിരിക്കും, ടു ഗെറ്റ് ആൻ എംപ്ലോയ്മെന്റ്, ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. പിന്നെന്താ, ടു ഹാവ് എ ബെറ്റർ പ്രോസ്പെക്ട്സ് ഇൻ ഫ്യൂച്ചർ, എന്റെ ഭാവി എനിക്കൊന്ന് സുരക്ഷിതമാക്കണം. ഇപ്പൊ എനിക്ക് ജോലി ചെയ്ത് എന്താ പറയാ, അതെ നമ്മളുടെ ഇപ്പൊ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്കിപ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല. കാരണം എനിക്ക് ഭാവിയിൽ എനിക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ജോലി ചെയ്തേ മതിയാകും, നിസ്സാരമാണെങ്കിലും. പിന്നീട് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ എന്താ പറയാ, നമ്മുടെ സാലറിയിൽ ഇൻക്രിമെന്റ് ഒക്കെ വരുമല്ലോ, എക്സ്പീരിയൻസ് കൂടി വരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ സാലറി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കാം. അപ്പൊ ഒരു ബെറ്റർ ലൈഫ് പ്രോസ്പെക്ട് ഉണ്ടാകാൻ വേണ്ടിയും ചില ആൾക്കാർ ജോലി, എല്ലാവർക്കും അവരവരുടേതായ ലക്ഷ്യങ്ങളാണ് ഒരു ജോലി നേടുന്നതുമായി ബന്ധപ്പെട്ട്. മണി ഏൺ ചെയ്യാനാകാം, ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാകാം, എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാകാം, ഒരു ഗോൾ എന്താ പറയാ നേടിയെടുക്കാനാകാം, ഒരു എംപ്ലോയ്മെന്റ് എന്നുള്ള രീതിയിൽ മാത്രമാകാം. അങ്ങനെ എന്തായാലും ആഫ്റ്റർ ഓൾ ദീസ് പീപ്പിൾ, ഓൾ ദ എംപ്ലോയീസ് വർക്ക് ഫോർ ദെയർ വേജ് ഓർ സാലറി. ഓരോരുത്തരും അങ്ങനെ ജോലി ചെയ്യുന്നത് അവരുടെ കൂലി അല്ലെങ്കിൽ അവരുടെ ശമ്പളം അവർക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ഓൾസോ അങ്ങനെ ആ കിട്ടുന്ന ജോലി മാത്രമല്ല, ആൻഡ് അതർ ബെനിഫിറ്റ്സ്, നമുക്കൊരു ജോലി സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ മറ്റു തരത്തിലുള്ള ബെനിഫിറ്റുകൾ, നമുക്കൊരു മെന്റൽ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട് അല്ലെ? ചില ആൾക്കാർക്ക് ജോലി ഇല്ലാതൊക്കെ ഇങ്ങനെ ഡിപ്രഷൻ രോഗത്തിലേക്ക് പോകുന്നതും ഉണ്ട്. ഒന്നിലും എൻഗേജ് ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇരുന്ന് എന്താകും, ഡിപ്രസ്ഡ് ആയി പോകും. അതൊരു പേരിട്ട് വിളിക്കുകയാണ് അതിനെ, ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? നമുക്ക് അവർക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വെറുതെ ഇരുന്നിരുന്ന് ചിന്തിച്ചു കൂട്ടി അങ്ങനെയും രോഗം വരുത്തി വെക്കുന്നവരുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേജ്, ഒരു സാലറി അല്ലെങ്കിൽ മറ്റു നേട്ടങ്ങളൊക്കെ കിട്ടണമെന്ന ഉദ്ദേശത്തോടെയാണ് എല്ലാ എംപ്ലോയീസും അവരവരുടെ ജോലികൾ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ദെയർ നോളജ്. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിലുള്ള ഒരു അറിവും കഴിവൊക്കെ വർദ്ധിക്കുകയും ചെയ്യും അല്ലെ? പിന്നെ നമ്മുടെ എനർജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അല്ലെ? അതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാക്കി അവരോടൊപ്പം നിന്ന് അവർ എന്ത് ലക്ഷ്യം വെക്കുന്നു അത് നേടിയെടുക്കാൻ നമ്മളും ഒരു ഭാഗമാകാൻ പറ്റും അല്ലെ? ഇവരെന്തൊക്കെയോ ലക്ഷ്യം വെച്ചെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പാർട്ടാകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒരു അഭിമാനം തന്നെയാണ്. ഞാനും അതിന്റെ ഒരു ഭാഗമാണല്ലോ. ബിക്കോസ് ആ ഒരു ഓർഗനൈസേഷൻ അത്രത്തോളം വളരുന്നുണ്ടെങ്കിൽ അതിൽ എന്റെയും കൂടി ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്ന് നമുക്ക് എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആകാം. അതൊരു സന്തോഷമല്ലേ നമുക്ക്? അതൊക്കെ ഇതെല്ലാത്തിനും കൂടി വേണ്ടി. അപ്പൊ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പിനെസ്, ഇതൊക്കെ നമുക്കൊരു ജോലി കൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാ ആളുകളും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ജോലി ചെയ്യുന്നത് ആ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്, മറ്റെല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നതുകൊണ്ട്. സോ ദ മാനേജ്മെന്റ്, that means the human resource management have to be aware of not only the organizational goals but also the employees self needs. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ സന്തോഷം, എന്റെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്ന് പറഞ്ഞു അല്ലെ? അതിനു കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്, കാശിന് വേണ്ടി മാത്രമല്ല എങ്കിൽ അപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആളുകളുടെ ഉത്തരവാദിത്തം ചെറുതല്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഓർഗനൈസേഷണൽ ഗോൾ നേടിയെടുക്കുന്നതോടൊപ്പം നമ്മൾ എന്ത് ചെയ്താലും മരിച്ചാലും എന്താ പറയാ കഷ്ടപ്പെട്ടാലും ഈ സ്ഥാപനം അതിന്റെ എന്താ പറയാ സക്സസിലേക്ക് പോകണം. നിങ്ങളുടെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം ഞങ്ങൾക്ക് അറിയണ്ട. അങ്ങനെയല്ല, അങ്ങനെ പാടില്ല എന്ന്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വളരെയധികം അവെയർ ആയിരിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഓർഗനൈസേഷന്റെ ഗോൾ സെറ്റ് ചെയ്യുന്നതോടൊപ്പം എംപ്ലോയീസിന്റെ സെൽഫ് നീഡ്സ്, അവർക്ക് വ്യക്തിപരമായിട്ട് ഓരോ ആവശ്യങ്ങളുണ്ട്, അത് അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുകൂടി ഉറപ്പുവരുത്തണം. അതാണ് ഉദ്ദേശം. അതാണ് അങ്ങനെ ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോഴാണ് എന്താകുക, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിന് ഒരു അർത്ഥം ഉണ്ടാകുക. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി അവരുടെ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള മാക്സിമം അവരെ യൂട്ടിലൈസ് ചെയ്യുക. അവർക്ക് വേണ്ട സാറ്റിസ്ഫാക്ഷൻസ് മെന്റലായാലും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻസും അങ്ങനെയൊക്കെയുള്ള ഹാപ്പിനെസ്സും ഒക്കെ അവർക്ക് നേടിക്കൊടുക്കുക. അവരുടെ ഹോസ്പിറ്റൽ മാത്രമല്ല മറ്റ് പല ഓർഗനൈസേഷനിലെയും ചുറ്റുപാടുകൾ അതിന് അനുകൂലമാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? ക്ലിയർ ആയോ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന പാരഗ്രാഫ് ക്ലിയർ ആണല്ലോ? ഓക്കെ, വായിക്കാൻ നിങ്ങൾക്ക് സമയം തരാം. അടുത്ത ഒരു കുഞ്ഞു പാരഗ്രാഫ് കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ആ പേജ് ഒന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് ചലഞ്ചിങ് ടാസ്ക്. വീണ്ടും പറയാണ്, ഈ മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക അത്ര എളുപ്പമുള്ള ഒരു
വെല്ലുവിളി നിറഞ്ഞ ടാസ്ക് ആണെന്നാ പറഞ്ഞേക്കണേ. കാരണം ബിക്കോസ് ഓഫ് ദ ഡൈനാമിക് നേച്ചർ ഓഫ് പീപ്പിൾ. കാരണം എന്താ, അത് നമ്മൾ പറഞ്ഞു. എന്താ, മനുഷ്യന്മാരുടെ സ്വഭാവം എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാലത്ത് ഒരു സ്വഭാവം ഇല്ലാതെ വന്നെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും സ്വഭാവം മാറി, മറ്റേ വൈകുന്നേരം അവർക്ക് വേറെ സ്വഭാവം ആകും. മനുഷ്യനിലുള്ളതാ അല്ലെ. നമ്മളങ്ങനെ ഫീലിങ്സോട് കൂടി വളരെ എന്താ പറയാ, എന്ത് കാര്യത്തിലും സെൻസിറ്റീവ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വഭാവത്തിൽ പലതരത്തിലുള്ള മാറ്റം വരും. നമ്മൾക്ക് ഏതെങ്കിലും നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സങ്കടകരമായ ഒരു ഇൻസിഡന്റ് കേൾക്കുകയോ നമ്മൾക്ക് ഫീൽ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വരും. ഏതെങ്കിലും ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് മാറും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മനുഷ്യനൊരു ഡൈനാമിക് നേച്ചറാണ്. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള നേച്ചർ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ടൈമിലും നമുക്ക് മനുഷ്യനെ കാണാൻ പറ്റില്ല. ഒരു അന്യൻ പ്രതീതിയാണ് അല്ലെ. കുറച്ചു നേരം ഭയങ്കര സന്തോഷത്തിലാണെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ വേഗം തന്നെ മൂഡ് മാറും. അങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഡൈനാമിക് നേച്ചറുള്ള മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക എളുപ്പമാണോ? അന്നേരം അല്ല, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് വെൻ വി ടേക്ക് ടു പീപ്പിൾ, നോ ടു പീപ്പിൾ ആർ അലൈക്ക്. അതാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ടാൾക്കാരെ, ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ വേറൊരാളും, ഇവിടെ ഐശ്വര്യ, ഞങ്ങൾ രണ്ടുപേരും മുഖത്തേക്ക് നോക്കി രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്യം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുമില്ല. എല്ലാം ഒരുപോലെയായി രണ്ടാളുകളെ നമുക്ക് കാണാൻ പറ്റില്ല. മനസ്സിലായോ? ഒരു മനുഷ്യന്മാരും മറ്റൊരു മനുഷ്യനായിട്ട് യാതൊരു രീതിയിലും ഒരുപോലെയല്ല എന്നാ പറഞ്ഞേക്കണേ. ഏതെങ്കിലും രണ്ട് വ്യക്തികളെ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ നോട്ട് അലൈക്ക്. രണ്ടും ഒരുപോലെയല്ല മനുഷ്യന്മാര്. അതുകൊണ്ട് തന്നെ ദേ കനോട്ട് ബി ഓപ്പറേറ്റഡ് ലൈക്ക് എ മെഷീൻ ഓർ എ ടെംപ്ലേറ്റ് ഓർ ലൈക്ക് എന്താ പറയാ ലേ ഔട്ട്. ഒരു മുറിയിൽ അടച്ചു വെച്ചേക്കുന്ന ഒരു മെഷീൻ പോലെയോ അതുപോലെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല മനുഷ്യൻ. മെഷീൻസിന്റെ പ്രത്യേകത എന്താ? നമ്മളുടേതായ രീതിക്ക് നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാം അല്ലെ, അതിനെ പ്രവർത്തിപ്പിക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അഴിച്ചുപണികൾ നടത്തണം, അത് അവിടെ നിന്ന് തരും. അതേസമയം ഒരു വ്യക്തിയെ പിടിച്ച് മുമ്പിൽ ഇരുത്തിയിട്ട് ആ ആളില് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ പല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അത് ആള് എന്ന് ചിന്തിക്കണം. ഞാൻ അങ്ങനെ സ്വയം മാറണോ, ഈ പറയുന്ന ആളുകളുടെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എന്റെ മനസ്സിനെ മാറ്റണോ, അങ്ങനെയൊക്കെ അത് ഞാൻ ചിന്തിക്കണം. എന്നാലേ എന്നെ മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. അതാ പറയണേ, മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബിക്കോസ് മനുഷ്യന്മാരെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ ഒരു മെഷീൻ പോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊന്നും പീപ്പിളിനെ സാധിക്കില്ല, മനുഷ്യരെ പറ്റില്ല. അതുകൊണ്ട് തന്നെ പേഴ്സണൽ എന്നാണ് PERSONNEL എംപ്ലോയീസ്. അത് തന്നെ ഈ തൊഴിൽ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളെ മാനേജ് ചെയ്യുക. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടാന്ന് പറയാൻ കാരണം, ചലഞ്ചിങ് ആണെന്ന് പറയാൻ കാരണം. മാൻ പവർ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബിക്കോസ് മാനേജിങ് പീപ്പിൾ, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മാനേജ് ചെയ്യാൻ മനുഷ്യന്മാരെ. കാരണം മാനേജിങ് പീപ്പിൾ അറ്റ് ഹാർട്ട്, ഓരോ മനുഷ്യന്മാരെയും അവരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഹാർട്ട് ആൻഡ് എസൻസ് ഓഫ് ബീങ് എ മാനേജർ. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്നുള്ള രീതിയിൽ മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക എന്നുള്ളത് എന്താണ്? അതിന്റെ ഒരു മാനേജ്മെന്റിന്റെ ഹാർട്ടും എസൻസുമാണ്. എന്ന് വെച്ചാൽ അതിന്റെ ഒരു അന്തസത്തയാണ്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അവരെ മാനേജ് ചെയ്യാൻ മാനേജ്മെന്റിന് കഴിയണം. എന്നാൽ മാത്രമേ അത് അവര് സക്സസ് ആകുള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റ് സക്സസ്ഫുൾ ആകുള്ളൂ. ബിക്കോസ് ദേ ഹാവ് ടു മാനേജ് പീപ്പിൾ പ്രോപ്പർലി. നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പോ അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ആക്ടിവിറ്റീസും, ഏത് ആക്ടിവിറ്റി എടുത്താലും, എനി ആക്ടിവിറ്റി ദാറ്റ് റിലേറ്റ്സ് ടു ഹ്യൂമൻ എലമെന്റ്സ്, ഹ്യൂമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും എന്താണ്? അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. ആൻഡ് അൺലെസ് ഹ്യൂമൻ എലമെന്റിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞുകൊണ്ട് ബിസിനസ് കനോട്ട് സക്സീഡ് എന്നാ പറഞ്ഞേക്കുന്നത്. ഒരിക്കലും ഒരു ബിസിനസ് ഹ്യൂമൻ റിസോഴ്സ് കിട്ടേക്ക് അവരെ മൈൻഡ് ചെയ്യേണ്ട, അവരെ മാനേജ് ചെയ്യേണ്ട, അവരുടെ വഴിക്ക് പോയിക്കോട്ടെ. നമ്മൾ ബാക്കിയുള്ള മെഷീൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് എന്തെങ്കിലും റിപ്പയർമെന്റ് ഒക്കെ ആവശ്യമുള്ള സമയത്തൊക്കെ അതൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ മതി എന്ന് ചിന്തിച്ചാൽ അവിടെ തെറ്റി. അവിടെ ഓർഗനൈസേഷൻ അതിന്റെ വിജയത്തിലേക്ക് എത്തൂല. കാരണം ഇവരെല്ലാം കൂടി ഒരുമിച്ച് ഒരു എന്താ പറയാ സമരത്തിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വല്ല നടപ്പുണ്ടാ? ഇല്ല. തീർച്ചയായിട്ടും അവിടെ എല്ലാ സേവനങ്ങളും സർവീസസും ഒക്കെ ബ്രേക്ക് ഡൗൺ ആകും. അപ്പൊ അത് അവർക്ക് എന്താ പറയാ പ്രോഫിറ്റിനേക്കാൾ അധികം നഷ്ടമായിരിക്കും നേടിക്കൊടുക്കുക. 2 ദിവസമൊക്കെ 3 ദിവസമൊക്കെ ഒരു ഓർഗനൈസേഷനെ അടച്ചിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് ആര്? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. എപ്പോഴാ മനുഷ്യന്മാർ അങ്ങനെയുള്ള കടന്ന് അത്രയും അറ്റത്തെത്തുമ്പോഴാ ചിലപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. വല്ല സ്ട്രൈക്ക് ഒക്കെ ഡിക്ലെയർ ചെയ്ത് എന്താ പറയാ സ്ട്രൈക്കിലേക്കൊക്കെ പോകാം. അത്രയും സഹിക്കാൻ പറ്റാണ്ടാകുമ്പോഴായിരിക്കും അവരെല്ലാവരും ഒരുമിച്ച് ചേരുക അല്ലെ. ഒരുപാട് അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാതെ വരുമ്പോഴേ അങ്ങനെ പോകുള്ളൂ. അത്രയും അറ്റ കൈക്ക് ചെയ്യുള്ളൂ അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ അവരങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്താതെ നോക്കേണ്ടതും ഇവരൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്.
ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആ പേജ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, കണ്ണോടിച്ച്. എന്തൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഈ പറഞ്ഞു കേട്ടതും വായിച്ചു കേട്ടതും അല്ല, നിങ്ങൾ വായിക്കുമ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടോ എന്നൊന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടാ, പെട്ടെന്ന്. വായിച്ചല്ലോ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ഓക്കെ. സി നൗ നമുക്ക് അടുത്ത ഹെഡിങ് എന്താന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം? ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യപ്പെടേണ്ടതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? എന്താണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? വൈ ഹ്യൂമൻ റിസോഴ്സ് ഈസ് ടു ബി മാനേജ്ഡ്? അപ്പൊ അത് പ്രധാനമായിട്ടും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 3 മെയിൻ സ്റ്റാൻഡ് പോയിന്റ്സ്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യപ്പെടേണ്ട 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സോഷ്യൽ സിഗ്നിഫിക്കൻസ്, 2 പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആൻഡ് 3 സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. അതായത് 3 പ്രാധാന്യങ്ങളാണ്. അതാണ് സിഗ്നിഫിക്കൻസ്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. എന്താണെന്ന് നോക്കാം നമുക്ക് ഓരോന്നും. സോഷ്യൽ സിഗ്നിഫിക്കൻസ്, അത് 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഡാഷ് ഈസ് ഏത് സിഗ്നിഫിക്കൻസ് ആണ്? ബൈ ഫെസിലിറ്റേറ്റിംഗ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്, ടു പ്രൊമോട്ട് ദ ടീം വർക്ക് ആൻഡ് വർക്ക് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അത് എന്ത് സിഗ്നിഫിക്കൻസ് ആണ്? അപ്പൊ അതുകൊണ്ട് 3 ഇമ്പോർട്ടന്റ് ആണ്, അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തില്, ഹോസ്പിറ്റൽസിലും അതുപോലെ മറ്റ് ബിസിനസ് സംരംഭങ്ങളിലും ഒരു പ്രോപ്പർ ആയിട്ട് അവിടെയുള്ള തൊഴിലാളികളെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദർ ഡിഗ്നിറ്റി. അത് അവരുടെ ഡിഗ്നിറ്റിനെ, അവരുടെ അഭിമാനത്തെ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ദേ ക്യാൻ അച്ചീവ് ദയർ സോഷ്യൽ നീഡ്സ്. സാമൂഹ്യപരമായിട്ടുള്ള എന്താ പറയാ ചില ആവശ്യകതകൾ. ഇത് ആ ഓർഗനൈസേഷൻ കൊണ്ട് സമൂഹത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ബിസിനസ് സ്ഥാപനം, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലോ ഹോസ്പിറ്റൽ കൊണ്ട് ആ സമൂഹത്തിന് എന്താണ്, അവിടെയുള്ള പബ്ലിക്കിന് എന്താണോ അവര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റുന്നുണ്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആ സോഷ്യൽ ആവശ്യങ്ങള്, സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റുക, സാറ്റിസ്ഫൈ ചെയ്യുക, ആൻഡ് ഓൾസോ ഇൻക്രീസസ് ദർ ഡിഗ്നിറ്റി. അവരുടേതായ സ്വന്തം മാന്യത അല്ലെങ്കിൽ അഭിമാനം കൂടി ഇൻക്രീസ് ചെയ്യുക. അത് രണ്ടുമാണ് ഏത് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്നുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് അതായത് നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുമ്പോൾ അത് ഇൻക്രീസസ്
എന്തിനെ ഇൻക്രീസ് ചെയ്യുന്നു? their dignity, ആ ഓർഗനൈസേഷന്റെ ഡിഗ്നിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ സോഷ്യൽ നീഡ്, സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങളും നിറവേറ്റുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്തായി? സോഷ്യൽ സിഗ്നിഫിക്കൻസ് ആയി. ഇനി രണ്ടാമത്തെ എന്താണ്? പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. ബൈ ഫെസിലിറ്റേറ്റിംഗ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്, അതായത് ജോലി ചെയ്യുന്ന ഓരോ വർക്കേഴ്സിനും എംപ്ലോയീസിനും അവർക്ക് വർക്ക് ചെയ്യാനുള്ള ആ സാഹചര്യം, എൻവയോൺമെന്റ്, ആ പരിസ്ഥിതിയൊക്കെ നല്ല ഹെൽത്തി ആക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ എന്താ? നല്ല രീതിയിലുള്ള ഒരു ചുറ്റുപാട് അവർക്ക് ജോലി ചെയ്യാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ ജോലി ചെയ്യാൻ ഇവിടെ പിടിച്ചിരുത്തിരിക്കുകയാണ്, എന്നിട്ട് നമുക്ക് ഇവിടെ ചുറ്റും നമുക്ക് അതിനുള്ള സൗകര്യങ്ങളോ നമുക്ക് വേണ്ട ഒരു സാറ്റിസ്ഫാക്ഷനോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ എനിക്ക് എന്റെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, അല്ലെ? ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു എഫേർട്ട് എന്നിൽ നിന്ന് വരികയോ അത് നിങ്ങളിലേക്ക് എത്തുകയോ ചിലപ്പോൾ ചെയ്തു എന്ന് വരില്ല, അല്ലെ? അപ്പൊ എത്ര ജോലിക്കാരും ഓരോ ബിസിനസ് സ്ഥാപനത്തിലും ജോലി ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം ഷുഡ് ബി പ്രൊവൈഡഡ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല രീതിയിലുള്ള ജോലി ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇറ്റ് പ്രൊമോട്ട്സ് ദ ടീം വർക്ക് ഇൻ ദ എംപ്ലോയീസ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മുടേതായ കാര്യങ്ങൾ ഇട്ടു കൊടുക്കും. അത്ര മനസ്സിലായി? എനിക്ക് എന്റെ ചുറ്റുപാട്, എന്റെ ചുറ്റും വർക്ക് ചെയ്യുന്നവര് എല്ലാവരും എനിക്ക് നമ്മളോടൊപ്പം നിന്ന്, നമ്മൾക്ക് എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നമ്മളോടൊപ്പം നിന്ന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ അത് ഇടയാക്കും. എങ്ങനെ? പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് വേണമെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത് അവർക്ക്? ബൈ പ്രൊവൈഡിങ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്, ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു വർക്കിംഗ് സിറ്റുവേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതാണ്. അപ്പൊ എങ്ങനെ നമുക്ക് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് നേടിയെടുക്കാം? ബൈ ഫെസിലിറ്റേറ്റിംഗ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊമോട്ട്സ് ദ ടീം വർക്ക് ഇൻ ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഇടയിലുള്ള ടീം വർക്ക്, ഒരുമിച്ച് നിന്ന് ജോലി ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കും. അതാണ് എന്ത്? പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ഇൻ ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ഫുൾഫിൽ ഇറ്റ്സ് ഓൺ ഗോൾസ്. ഒരു ഓർഗനൈസേഷന്റേതായ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആൻഡ് ബൈ ക്രിയേറ്റിംഗ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് അമംഗ് ദ എംപ്ലോയീസ്, ആ ജോലി ചെയ്യുന്ന, അവിടെ ജോലി ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെല്ലാം തന്നെ ഒരു എന്താ പറയാ ഇഫക്റ്റീവ് മോട്ടിവേഷനിലൂടെ അവരുടെ മനസ്സിൽ ഒരു നല്ല ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു നല്ല ഒരു മനോഭാവം വളർത്തിയെടുക്കാനും കൂടി സഹായിക്കണം. അങ്ങനെ ഇപ്പൊ എനിക്ക് ജോലി ചെയ്യാനുള്ള എനിക്ക് ഒരു മോട്ടിവേഷൻ, അല്ലെ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ബിസിനസ് സ്ഥാപനത്തിലും അത് ചെയ്യണം. ട്രെയിനിങ്ങും മോട്ടിവേഷനും ഇമ്പോർട്ടന്റ് ആണ് ഏത് ബിസിനസ്സിനും. ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ തൊഴിലാളികൾക്കൊക്കെ വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, പ്രോപ്പറായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് അരമണിക്കൂർ അവർക്ക് കുറച്ച് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ എന്ത് ബിസിനസ് സ്ഥാപനമാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ആളുകളുടെ എംപ്ലോയീസിന്റെ ഇടയിൽ they will get some right attitude, ആ ഒരു ബിസിനസ് സ്ഥാപനത്തെ കുറിച്ച് ഒരു നല്ലൊരു മനോഭാവം ഉണ്ടാകും. ആൻഡ് ഓൾസോ അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് കിട്ടുന്നതെങ്കിൽ നമ്മളും ആ സ്ഥാപനത്തിന് വേണ്ടി ചിലപ്പോൾ പലതും സാക്രിഫൈസ് ചെയ്യും, അല്ലെ? നമ്മളുടെ ഒരു എന്താ പറയാ എഫേർട്ടും നമ്മൾ അവിടെ നോക്കില്ല. നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് തയ്യാറാകും ആ സ്ഥാപനത്തിന് വേണ്ടി. അങ്ങനെയാണ് അത് സാധാരണ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളും നമുക്ക് വർക്കിംഗ് സിറ്റുവേഷൻസും ഒക്കെ വളരെ മോശമാണെങ്കിലാ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ആ വൈകുന്നേരം എങ്ങനെയെങ്കിലും കടത്ത് കഴിക്കുന്ന പോലെ ജോലി ചെയ്ത് തീർത്ഥങ്ങള് ഇറങ്ങി പോയാൽ മതി എന്നുള്ള വൈകാം. അതല്ലെങ്കിലോ അവിടെ ചിലപ്പോൾ ചിലർക്ക് അവിടെ പോകാൻ തന്നെ താല്പര്യം കാണിക്കില്ല. കാരണം എന്താ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എംപ്ലോയീസിനെ ഒരു സ്ഥാപനത്തിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഇതെല്ലാം തന്നെ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ ഞാൻ എവിടെയെങ്കിലും വേറൊരു സ്ഥലത്ത് കിട്ടിയാൽ ഞാൻ പെട്ടെന്ന് അവിടേക്ക് ചാടും എന്നൊരു മൈൻഡ് തോന്നാതിരിക്കാനായിട്ട്. അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ അത് കൊടുക്കേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസ്, ട്രെയിനിങ്, അല്ലെ? അവരുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ മറ്റുള്ളവരിൽ നിന്നോ ഞങ്ങളിൽ നിന്ന് തന്നെയോ ഒക്കെ ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ നല്ല രീതിയിൽ പോകും. ഓക്കെ, അപ്പൊ ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് പോയിന്റുകളാണ് 3 പറഞ്ഞത്. സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ഓക്കെ, ക്ലിയർ ആയോ? എന്താന്ന് ഒന്ന് വായിച്ചു നോക്കിയത് 3 പോയിന്റുകള്. ഇത് ഇങ്ങനെ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്.
കുറച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. കാരണം ഒരു മണിക്കൂർ കറക്റ്റ് ആവാൻ പോവുകയാണ്. ഒരു 6 മിനിറ്റ് കൂടി ഉള്ളൂ. നമ്മൾ ആകെ എടുത്തേക്കുന്നത് ഒരു പേജും പിന്നെ ഒരു ഇത്രയും ഭാഗമാണ് അല്ലെ. അത്രയും ഭാഗമേ നമ്മൾ എടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത്രയും കുറച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ റിലേറ്റഡ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞതുകൊണ്ട്, അല്ലാതെ ഇപ്പൊ 3 പേജ് ഞങ്ങൾക്ക് കിട്ടാമായിരുന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? എല്ലാം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനെ സംബന്ധിക്കുന്നതാണ്. അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, മോട്ടിവേഷൻ, ട്രെയിനിങ് ഇതെല്ലാം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഭാഗം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കണം. അതെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. 3 സ്റ്റാൻഡ് പോയിന്റ്സ് വേഗം. കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്, അതുകൊണ്ട് നമുക്ക് അതിലിങ്ങനെ കാര്യത്തിന്റെ ഒരു ഇച്ചിരി ഇതിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങും. അത് നമ്മൾ കൂടി സ്വന്തമായിട്ട് വായിക്കണം. ടീച്ചർ തന്നെ വായിച്ച് അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി തരട്ടെ എന്ന മൈൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇനിയുള്ള ടോപ്പിക്സ് 3rd and 4th എന്താ പറയുക പേപ്പേഴ്സിലുള്ള ടോപ്പിക്സ് അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളും നിങ്ങളുടേതായ ഭാഗത്തുനിന്ന് 2-3 പ്രാവശ്യം വായിക്കണം. വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞില്ലേ? മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത ഒരു കുഞ്ഞു ടോപ്പിക് കൂടെ എടുക്കാം. പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ, അതിന്റെ മാനേജ്മെന്റ്. നമ്മളിപ്പോ ഒരു ജോലിക്കാരെ ഒരു എംപ്ലോയീസിനെ കൂടി ജോലി ചെയ്യുമ്പോൾ അവിടെ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അപ്പൊ അത് മാനേജ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യനെ തന്നെയാണ്, ഡയറക്ട്ലി പേഴ്സൺ ആണ് ഉദ്ദേശിക്കുന്നത്, പേഴ്സണൽ അല്ല. PERSONNEL അത് തൊഴിലാണ് കേട്ടോ. തൊഴിൽപരമായിട്ടുള്ള മാനേജ്മെന്റും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ വിഭവം എന്ന് പറയുന്നതിനെ മാനേജ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വേഴ്സസ് എന്ന് പറഞ്ഞാൽ അത് ഇതുമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ഡിസ്റ്റിങ്ഷൻ, വ്യത്യാസമാണ് കൊടുത്തിരിക്കുന്നത്. PM എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. HRM എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ആ ബോക്സ് പോലെ തന്നെ പഠിച്ചാൽ മതി. അപ്പൊ ഏതെങ്കിലുമൊക്കെ പോയിന്റ് വന്നിട്ട് അത് ഏതിലെയാണ്, പേഴ്സണൽ മാനേജ്മെന്റിലാണോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തേത് എന്താ? പേഴ്സണൽ മാനേജ്മെന്റിൽ എന്താ? മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. അതായത് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് ചില മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നവര്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ പ്രത്യേകം ചില എന്താ പറയാ തൊഴിൽ വിഭാഗം ഉള്ള ആളുകളെ മാനേജ് ചെയ്യുന്നതാണ് ഏതെന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ മാനേജ്മെന്റ്. പലതരത്തിലുള്ള മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നവരും മറ്റൊക്കെയാണ് അവരെ മാനേജ് ചെയ്യുക. അപ്പൊ മെഷീൻ ഓപ്പറേറ്റേഴ്സിനെ ഒക്കെ അങ്ങനെയുള്ള ആളുകളെ മാത്രമൊക്കെ മാനേജ് ചെയ്താൽ മതി. എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്, അവരുമായി ബന്ധപ്പെട്ടതാണ്. കുറെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹ്യൂമൻ റിസോഴ്സസിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, എല്ലാ മനുഷ്യന്മാരെ എങ്ങനെ മാനേജ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് അതിന് ഗൈഡ് ലൈൻസും പ്രൊസീജിയേഴ്സും റൂൾസും അതൊക്കെ ഡിസൈഡ് ചെയ്യണം അല്ലെ, തീരുമാനിക്കണം. അങ്ങനെയുള്ള ഡിസിഷൻ മേക്കേഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മറ്റേത് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ ഇവിടെ ഡിസിഷൻ മേക്കേഴ്സ് ആണ് എന്നുള്ള കാര്യം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് ഇസ് റിലേഷൻ ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. അതായത് തൊഴിലാളികൾ ഉണ്ടാവുമല്ലോ, തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ മാത്രം, അതായത് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ അവർ പണം മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാടാണ്. അവര് യൂണിയൻസ് ഒക്കെ ഉണ്ട് അവർക്ക് അല്ലെ, ട്രേഡ് യൂണിയൻസ്. അപ്പൊ അവരുടെ ആ ആളുകളും ആ ട്രേഡ് യൂണിയൻ അംഗങ്ങളും അതുപോലെ തന്നെ മാനേജ്മെന്റ് ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റുകളും അവർ തമ്മിലുള്ള ബന്ധമാണ് പേഴ്സണൽ മാനേജ്മെന്റ്. എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. എംപ്ലോയർ ജോലി കൊടുക്കുന്ന ആൾക്കാരും ജോലി ചെയ്യുന്ന എല്ലാവരും പെടും അതിനകത്ത്. അവിടെ വർക്കേഴ്സ് അങ്ങനെയൊന്നുമില്ല, മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഒന്നും അങ്ങനെയില്ല. എല്ലാ ജോലിക്കാരും, എന്ത് ടോപ്പ് ലെവൽ തുടങ്ങി ഏറ്റവും ബോട്ടം ലെവൽ വരെ ഏതൊക്കെ ജോലിക്കാരുണ്ടോ അവരൊക്കെ തമ്മിലുള്ള ബന്ധം, ആർക്ക്? എംപ്ലോയർക്കുള്ള ബന്ധം. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരിക.
ഇനി പേഴ്സണൽ മാനേജ്മെന്റിൽ വീണ്ടും പറയുന്നു, മാനേജ്മെന്റ് അറ്റ് ദ ലോവർ ലെവൽ സ്റ്റാഫ്, ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളെ മാത്രമേ ഏത് പേഴ്സണൽ മാനേജ്മെന്റ്, കാരണം അവരാണ് ഈ എന്താ പറയാ ഒരുപാട് എന്താ പറയാ ഫിസിക്കൽ ആയിട്ടുള്ള എനർജി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവര്, ആ വിഭാഗം അതാണ് ലോവർ ലെവൽ സ്റ്റാഫ്. അവരെ മാത്രം മാനേജ് ചെയ്യുന്നത് പേഴ്സണൽ തൊഴിൽ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തില് വരുന്നതുള്ളൂ. ഓക്കെ, മറ്റേതാണ് എന്തെങ്കിലോ HR എല്ലാ ലെവൽസും തൊട്ട് മോളി പറഞ്ഞ എംപ്ലോയർ എംപ്ലോയീസ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ എല്ലാ ലെവൽസിലുള്ള സ്റ്റാഫും ഇതിനകത്ത് വിടും, HR വിടും. ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റ് ആയിക്കോട്ടെ, അത് താഴെ 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 എവിടെ വരെയുണ്ടോ എല്ലാവരുടെയും മാനേജ് ചെയ്യാം. മനുഷ്യന്മാരെ എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ അവരെ എല്ലാവരും മാനേജ് ചെയ്യില്ല. പക്ഷെ പേഴ്സണൽ മാനേജ്മെന്റിൽ അങ്ങനെയല്ല, ഏറ്റവും താഴെ തട്ടിലുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ മാത്രമേ അതിനകത്ത് പെടുള്ളൂ. ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് അധികം ഉപയോഗിക്കുന്നില്ല. ഇറ്റ്സ് ആൻ ഓൾഡ് കൺസെപ്റ്റ്. ഇത് പഴയ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത്, കാരണം ടെക്നോളജി ഒക്കെ ഒരുപാട് വളർന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തെ മാത്രമായിട്ട് ഇങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്തേണ്ട ഒരു കോൺസെപ്റ്റ് അല്ലാന്ന് മനസ്സിലാക്കി ഇതൊന്നൊരു ഭയങ്കര എന്താ പറയാ മോഡിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. എല്ലാവരെയും മാനേജ് ചെയ്യുക, എല്ലാവർക്കും ഒരേപോലെ. നമുക്ക് അങ്ങനെ താഴ്ന്ന ജോലിയിൽ അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ ഒരു വിവേചനം ആവശ്യമില്ലല്ലോ. അതിന് പകരമാണ് ഇന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിന്റെ രീതിയിൽ HR കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റേത് ഓൾഡ് കൺസെപ്റ്റ് ആണ്, ഏത് പേഴ്സണൽ മാനേജ്മെന്റ്. ക്ലിയർ ആയോ? പെട്ടിയിൽ മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ക്ലിയർ ആയിട്ട് അവിടെ ആ ഒരു അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഇപ്പൊ ഡാഷ് ഈസ് ഓൾഡ് കൺസെപ്റ്റ്, പേഴ്സണൽ മാനേജ്മെന്റ് ആണോ അല്ലെങ്കിൽ HRM ആണോ ഓൾഡ് കൺസെപ്റ്റ്? PM ആണ് നമുക്കറിയാം, പേഴ്സണൽ മാനേജ്മെന്റ് ആണ് അല്ലെ. ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് കൺസേൺ ചെയ്യുന്നത് അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. മെഷീൻ ഓപ്പറേറ്റേഴ്സുമായിട്ട് കൺസേൺ ചെയ്യുന്നത് അത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു പഠിക്കാം ഇവിടം വരെ. ഓക്കെ, ഡെഫിനിഷൻസ് തുടങ്ങി അടുത്ത ക്ലാസ്സിൽ എടുക്കും. മനസ്സിലായല്ലോ? നന്നായിട്ട് വായിക്കണം, 1-2 പ്രാവശ്യം വായിക്കണം. എത്ര പേർക്ക് കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം പേജ് എത്രത്തോളം ഞാൻ എടുത്തെന്ന്. ഓക്കെ ഓക്കെ, then bye. See you. Bye, ma'am. Thank you, ma'am. Thank you, ma'am. Okay. Thank you, ma'am. Okay, bye. Thank you, ma'am.